ലാലേട്ടൻ പിണങ്ങിപ്പോയി, ഇനി തിരിച്ചു വരും. ലാലേട്ടൻ ഇനി വരില്ലേ? കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ എല്ലാവരും സേഫ് ആക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ആദില സേവ് ആയ സമയത്ത് നൂറയും നമ്മുടെ അനുമോളും സന്തോഷം കൊണ്ട് വെളിയിലേക്ക് വന്നു. അപ്പം ലാലേട്ടൻ പറഞ്ഞായിരുന്നു വെളി വരേണ്ടത്, നിങ്ങളെല്ലാം അകത്തിരുന്നാൽ മതി. ഇവരോടി വന്ന് സന്തോഷം കൊണ്ട് വന്നപ്പോൾ ലാലേട്ടൻ പിണങ്ങിപ്പോയി. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ എന്താ കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്താൽ പോരെ, ഇനി ബിഗ് ബോസ് ചെയ്തോ എന്നും പറഞ്ഞ് ലാലേട്ടൻ അങ്ങ് പിണങ്ങിപ്പോയി. പല സോഷ്യൽ മീഡിയയിലും ഇനി ലാലേട്ടൻ തിരിച്ചു വരികയില്ല എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് തന്നിരുന്നു. പക്ഷേ ഇതൊന്നും അല്ല സത്യം. ലാലേട്ടൻ ഇനി തിരിച്ചു വരും. പക്ഷെ ലാലേട്ടൻ അത് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ദേഷ്യം വന്നു കാണും. ലാലേട്ടന് സാധാരണ എല്ലാവരും അറിയപ്പെടുന്നത് ലാലേട്ടൻ അങ്ങനെ ദേഷ്യമോ ആരോടും വൈരാഗ്യമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തവരും എല്ലാം അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു സംഭവം പുള്ളിക്ക് ദേഷ്യം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ലൈവിൽ ഈ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഇങ്ങനെ വരുന്നത് നമ്മൾ ലൈവിൽ കാണത്തില്ല. അപ്പോൾ ഈ എപ്പിസോഡിൽ കൂടുതൽ സമയം വേണമെങ്കിൽ ഇവരെടുത്ത് കാണും. ഇവരവിടെ വന്നിട്ട് പോവോ അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. ലാലേട്ടൻ ഇപ്പോൾ അവിടെ നിന്നപ്പോൾ ലാലേട്ടൻ തോന്നിക്കാണും, അയ്യോ ഇത്ര നേരം ഇന്നില്ല. അതായിരിക്കും ലാലേട്ടൻ ഇത്ര ദേഷ്യം വന്നത്. അതുകൊണ്ടായിരിക്കും ലാലേട്ടൻ പിണങ്ങിപ്പോയത്. ഈ ലാലേട്ടന് ചില സമയങ്ങളിൽ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നതല്ല പുള്ളി റിയാക്ട് ചെയ്യും ചില കാര്യങ്ങൾ. അത് നമ്മുടെ സീസൺ 5 അഖിൽമാരൻ നമ്മുടെ സാഗറും തമ്മിലുള്ള വഴക്ക് സമയത്ത് ലാലേട്ടൻ ഇതുപോലെ തന്നെ പിണങ്ങിപ്പോയത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പുള്ളി വന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ഇത് ലാസ്റ്റ് ആയതുകൊണ്ട് പുള്ളി ഇനി നിങ്ങൾ ചെയ്തോ, ബിഗ് ബോസ് എന്താണ് ചെയ്യും, ഞാൻ പോവാ എന്ന് പറഞ്ഞാണ് പുള്ളി പോയത്. പുള്ളി ചിലപ്പം ഇത് പോകാൻ വേണ്ടി ഷോയ്ക്ക് ഒരു വൈപ്പ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തായിരിക്കും. പക്ഷെ നമുക്കൊക്കെ അറിയുന്ന ലാലേട്ടൻ എന്ന് പറയുമ്പം പുള്ളി ആരോടും ദേഷ്യപ്പെടുകയോ അല്ല ആരോടും വൈരാഗ്യം വെക്കുകയോ മനസ്സിൽ വെക്കുകയോ ഒന്നും ചെയ്യാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ഇത്രമാത്രം പുള്ളി ഇങ്ങനെ ചെയ്തത് എനിക്ക് തോന്നുന്നു ഇത്ര സമയം എടുത്ത് കാണും. നമ്മൾ ഈ ലൈവിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എപ്പിസോഡൊക്കെ കാണുമ്പോൾ കുറേ നേരം കാണും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഏഷ്യാനെറ്റിലെ സംപ്രേഷണം ചെയ്യുന്ന ഈ സമയത്ത് ഇത് ലൈവായിട്ടല്ല, അവർ കട്ട് ചെയ്തല്ലോ ഇവിടുന്ന്. എനിക്കൊന്നും അത്ര സമയം എടുത്ത് കാണും. അതായിരിക്കും ലാലേട്ടൻ ഇത്ര ദേഷ്യപ്പെടാനുള്ള കാരണം. പക്ഷെ നമ്മളറിയുന്ന ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ അങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെടുകയോ, പുള്ളി പൊതുവെ ശാന്ത സ്വഭാവമാണ്. ഇപ്പൊ ലാലേട്ടൻ തിരിച്ചു വരികയൊക്കെ ചെയ്യും. അല്ല ലാലേട്ടൻ അവിടെ പോകാന് പല ആളുകളും എനിക്ക് മെസ്സേജ് ചേട്ടാ ഇനി ലാലേട്ടൻ വരത്തില്ല, ലാലേട്ടൻ പിണങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ്. അതൊന്നും ശരിയല്ല. ലാലേട്ടൻ തിരിച്ചു വരും. പിന്നെ കൊച്ചു വീഡിയോ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.